നമ്മള് ഫുട്ബോൾ പ്രേമികളെല്ലാം കാത്തിരുന്ന UCL ഫൈനലാണ് ഈ റയൽ മാഡ്രിഡ് പ്രഡിക്റ്റ് ചെയ്യുക. റയൽ മാഡ്രിഡ് അങ്ങനെ ഗസ് ചെയ്യാൻ പ്രഡിക്റ്റ് ചെയ്യാനൊന്നുമില്ല. ഓൾറെഡി ഇപ്പം കുറച്ച് കളികളായിട്ട് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ നല്ലൊരു സബ്സ്റ്റിറ്റ്യൂഷനാണ് സെബാസ്റ്റ്യൻ ഹാളർ. പുള്ളി കളിക്കാൻ ചാൻസ് ഇല്ല, പരിക്കായിരുന്നു. അപ്പോൾ നമ്മൾ ഫുട്ബോൾ പ്രേമികളെല്ലാം കാത്തിരുന്ന UCL ഫൈനലാണ് ഈ സൺഡേ. സൺഡേ എന്ന് പറയുമ്പോൾ സാറ്റർഡേ നൈറ്റ്, സൺഡേ 12:30 AM. യൂറോപ്യൻ കിങ്സ് ആയ റയൽ മാഡ്രിഡ് എന്നറിയപ്പെടുന്ന റയൽ മാഡ്രിഡ്, അറിയപ്പെടുന്ന കിങ്സ് റയൽ മാഡ്രിഡ് 14 വട്ടം കപ്പടിച്ചവർ എന്തായാലും കിങ്സ് ആണല്ലോ. പിന്നെ ബൊറൂസിയ ഡോർട്ട്മുണ്ട് ആണ് അണ്ടർഡോഗ്സ് ആയിട്ട് ഈ സീസണിൽ അണ്ടർഡോഗ്സ് ആയിട്ട് വന്നതാണ്. അവരുടെ ലീഗില്, ബുണ്ടസ് ലീഗിലൊന്നും അത്ര വലിയ പെർഫോമൻസ് അവർ കാണിച്ചില്ല. പക്ഷെ നമ്മൾ ഇന്ന് പ്രതിനിധീകരിക്കുന്നത് ബൊറൂസിയ ഡോർട്ട്മുണ്ടിനെയാണ്. അഖില് റയൽ മാഡ്രിഡിനെ പ്രതിനിധീകരിച്ചാണ് വന്നത്. അപ്പം ബൊറൂസിയെ പ്രതിനിധീകരിക്കുന്നെങ്കിലും നമ്മളൊരു കടുത്ത ഫാനാണ്. അതുകൊണ്ട് റയൽ മാഡ്രിഡ് എവിടെ കിട്ടിയാൽ നമ്മൾ എതിർക്കും എന്നുള്ള രീതിക്ക് നമ്മൾ ബൊറൂസിയനെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. ബൊറൂസിയെ കുറച്ചൊക്കെ ഫോളോ ചെയ്യുന്നുണ്ട്, ഇടയ്ക്കൊക്കെ ഫോളോ ചെയ്യുന്നുണ്ട്. അവര് ഫാൻസ് ആണ് നമ്മളെ ഫോളോ ചെയ്യാൻ കൂടുതൽ പ്രേരിപ്പിക്കുന്നത്. നല്ല ഫാൻസ് ആണ്, ഭയങ്കര സപ്പോർട്ടാണ് അവര് ഇപ്പം വെംബ്ലിയിൽ വെച്ചാണ് ഫൈനൽ നടക്കുന്നത്, അറിയാലോ. ലണ്ടനിലെ വെംബ്ലിയിലാണ്. വെംബ്ലിയിൽ സ്റ്റേഡിയത്തിൽ 90,000 കപ്പാസിറ്റി ആണുള്ളത്. അപ്പൊ അവിടെ 40,000-ഓളം ടിക്കറ്റ് സോൾഡ് ആയെന്നാണ് അവരുടെ ഹാൻഡിൽസ്, ഇൻസ്റ്റാഗ്രാം ഹാൻഡിലൊക്കെ പറയുന്നത്. അപ്പൊ അതില് ടിക്കറ്റ് ഭയങ്കര ഭയങ്കര പൈസ വിലയാന്ന് പറയുന്നത്, ടിക്കറ്റിനൊക്കെ കുടുംബ വിൽക്കണമെന്ന് പറയുന്നത്. എല്ലാ സെലിബ്രിറ്റീസും കാണും, ലണ്ടനിൽ കൂടെ ആയതുകൊണ്ട് എല്ലാ സെലിബ്രിറ്റീസും കാണും. അവരുടെയൊക്കെ കാലം കഴിഞ്ഞു, പുതിയ പിള്ളേരാണ് ഇപ്പം ബൊറൂസിയയില്. ജെയ്ഡൻ സാൻചോ ആണെങ്കിൽ നമ്മുടെ റയൽ മാഡ്രിഡിലാണെങ്കിൽ വിനീഷ്യസ് ജൂനിയർ ആണ്, റോഡ്രിഗോയും ഇവരെല്ലാരും പറഞ്ഞു നിങ്ങളുടെ ടീമിൽ നിന്ന് വന്നവരാണ്. നമ്മളെ ചെക്കനാണ്. നമ്മൾ പറയുന്നതനുസരിച്ച് വെല്ലിങ്ങാം കളിക്കുള്ളൂ. അതൊക്കെ വെല്ലിങ്ങാനെ പൂട്ടാനുള്ള പരിപാടിയില്ല. നമ്മള് ട്രെയിനിങ്ങിലൊക്കെ പഠിച്ചിട്ടുണ്ട്. ഏഞ്ചലോട്ടിയുടെയാണ്. വെല്ലിങ്ങാമൊക്കെ ആള് മാറി, അറിയില്ലേ. നമ്മളെ കോച്ചും നല്ലൊരു പെർഫോമൻസ് അല്ല ലീഗിൽ കാഴ്ചവെച്ച പുള്ളിയുടെ കീഴില്. പക്ഷെ നമ്മള് നോക്കൌട്ട് മാച്ചുകളിലെല്ലാം മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. അപ്പൊ ആദ്യം യൂറോപ്യൻ കിങ്സിന്റെ കൂടെ തന്നെ തുടങ്ങാം. കിങ്സ് അതെ, നമ്മള് ലാസ്റ്റ് 2021-22 ഓർമ്മ കാണുമായിരിക്കുമല്ലോ നമ്മള് കപ്പടിച്ചത്. കിങ്സും കൂടെയാണല്ലേ ഞങ്ങള്. അതെ, അന്ന് വിനീഷ്യസ് ആയിരുന്ന ഗോൾ 59. അതെ, ഫൈനലില് വിനീഷ്യസ് ലിവർപൂളിലൂടെ. അപ്പൊ നമുക്കിനി അടുത്തതായിട്ട് നമുക്ക് ടീമിനെ പറ്റി ഒന്ന് ചർച്ച ചെയ്യാം. രണ്ട് ടീമിന്റെ സ്ട്രെങ്തും ലാസ്റ്റ് കപ്പടിച്ച ടൈമിലൊക്കെ നോക്കാം. അപ്പൊ യൂറോപ്യൻ കിങ്സ് ആയ നിങ്ങൾ തന്നെ തുടങ്ങിക്കോ. അതെ, നമ്മള് 15ാമത്തെ കപ്പിലോട്ടുള്ള യാത്രയാണ്. ഓൾറെഡി 14 കപ്പുണ്ട് റയലില്. ലാസ്റ്റ് കപ്പടിച്ച് നമ്മൾ 21-22 ലിവർപൂളുമായിട്ട്. അന്ന് വിനീഷ്യസ് ആണ് ആ വിജയ ഗോൾ നേടിയത്. സലാന പൂട്ടുവന്ന. പക്ഷെ അന്ന് 2 ഗോളാവാണല്ലോ ബെൻസിമ അത് ഹാഫ് ടൈമിന് തൊട്ടു മുന്നേ അതൊരു ഓഫ് സൈഡ് ഇത് വിളിച്ചത്. അന്ന് വാൽവറുടെ ഒരു പാസിൽ, നല്ല നൈസ് ഒരു പാസിലാണ് അന്ന് വിനീഷ്യസ് അടിച്ചത്. ആ രണ്ടുപേരും ഉണ്ട് ഫൈനലിൽ. നിങ്ങൾക്ക് അപ്പ് ഫ്രണ്ടിൽ ഒരു നല്ല സ്ട്രൈക്കർ ഇല്ലാത്തതിന്റെ കുറവ് ഉണ്ടെന്ന് ആദ്യം വിചാരിച്ചിരുന്നു. പക്ഷെ എല്ലാരും അതിനകത്ത് കളിക്കുന്നു. ചൂടായാലും ഗോളുകൾ ഒരുപാട് അടിച്ച്. വിനീഷ്യസ് എപ്പോ കളിക്കും പറയാൻ പറ്റൂല. പക്ഷെ കളി ചേഞ്ച് ചെയ്യുന്ന വിനീഷ്യസ് ആയിരിക്കും. 3 മിനിറ്റിൽ 2 ഗോൾ അടിച്ച് ജോസേലു സ്റ്റാർട്ടിന്. ഇപ്പൊ ബ്രേസ് അടിച്ച ജോസേലു സ്റ്റാർട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ടോ? സ്റ്റാർട്ട് ചെയ്യാൻ ചാൻസ് കാണാൻ വഴിയില്ല. എന്തായാലും ഏഞ്ചലോട്ടി എന്തായാലും റോഡ്രിഗോയും വിനീഷ്യസ് ബെല്ലിംഗ്ഹാം ഒരു ഇത് തന്നെ നോക്കും, 3 അത്രയും തന്നെ നോക്കും. പക്ഷെ എന്തായാലും ഒരു ഇത് നടന്നില്ലെങ്കിൽ എന്തായാലും ജോസിൽ ഇറക്കും. കഴിഞ്ഞ കളിയിലും അതുപോലെ ഇല്ലായിരുന്നു. ഒരു ചേഞ്ചിന് വേണ്ടി കറക്റ്റ് സമയത്ത് ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ. അദ്ദേഹത്തിന്റെ സബ്സ്റ്റിറ്റ്യൂഷൻ എല്ലാം വളരെ നൈസാണ്. ആഞ്ചലോട്ടി തന്നെയാണ് ഇതിന്റെ മെയിൻ ആക്ടർ. പുള്ളിയുടെ ആദ്യം പുള്ളിയുടെ ഇത് റയൽ മാഡ്രിഡിൽ വന്ന 2 വർഷം മുന്നേ ഉള്ള കപ്പടിച്ച 2021-22 സീസണിൽ എല്ലാരും എഴുതി തള്ളിയത് ആൻസലോട്ടിനെ ഇനി പറ്റുമോ, ടാക്ടിക്സ് ഒക്കെ കുറച്ച് ഓൾഡായി എന്നൊക്കെ പറഞ്ഞ് ഇരുന്ന സമയത്താണ് കംബാക്ക് അടിക്കാൻ മെന്റാലിറ്റിയാണ് പുള്ളിയുടെ. സബ്സ്റ്റിറ്റ്യൂഷനും പുള്ളിയുടെ ടാക്ടിക്സ്, കൗണ്ടർ അറ്റാക്ക്, ഡിഫെൻസീവ് ഫുട്ബോൾ നടത്തിയിട്ട് പിന്നെ കൗണ്ടർ അറ്റാക്ക് ചെയ്യുന്ന ശൈലി. അത് അവർക്ക് അതിനകത്ത് അനുസരിച്ച് കളിക്കുന്ന പ്ലേയേഴ്സ് ഉണ്ട്. അവർ പൊസഷൻ ബേസ്ഡ് ഫുട്ബോളും കളിക്കാൻ പറ്റും. അവർക്ക് കൗണ്ടർ അറ്റാക്കിംഗ് ടെക്നിക്കൽ പ്ലേയേഴ്സ് ഉണ്ട്. മോൺട്രിച്ച് ആയാലും റൂസ്,
കമാവിംഗ ആയാലും ട്യൂഷൻ എല്ലാരും നല്ല എല്ലാരും നല്ല ഇതാണ്. ഓൾ നല്ല സൗണ്ട് ആയിട്ടുള്ള പ്ലേയേഴ്സ് ആണ്. ക്രൂസിനൊന്നും പറയാനില്ല, ഏറ്റവും കൂടുതൽ സക്സസീവ് പാസ് ക്രൂസിന്റെ 92% കൺസിക്യൂട്ടീവ് 10 സീസൺസ് സീസണിൽ. കുറെ പേർക്ക് ഇതൊരു റിട്ടയർമെന്റ് മാച്ച് ആണല്ലേ. ബൊറൂസിയയിലെ ഹമ്മൽസ്, അതെ. പിന്നെ മാർക്കോ, നമ്മുടെ വെറ്റർ മാർക്കോ റൂയിസ് വിരമിക്കല്ലേ, പുള്ളി അടുത്ത ക്ലബിലേക്ക് പോവാൻ ചാൻസ് ഉണ്ട്. പിന്നെ നാച്ചോ പോകുന്നു പറയുന്നുണ്ട്. മോൺട്രിച്ച് പോവാൻ സാധ്യത ഇല്ലായിരിക്കും, ഒരു ഒരു സീസൺ season കൂടെ കൂടെ സൈൻ ചെയ്യുമെന്നാണ് ഫബ്രിസി ഒക്കെ പറയുന്ന കേട്ടെ. അതെ. നമ്മുടെ ബൊറൂസിയയുടെ ഹിസ്റ്ററിയിലേക്ക് പോകാം. അതിനും വേണ്ടി ഹിസ്റ്ററി ഒന്നും അവർക്ക് ഇല്ല, UCL ഇല്ല, ചാമ്പ്യൻസ് ഒരു ലീഗ്, ചാമ്പ്യൻസ് ലീഗ് ഒരു ചാമ്പ്യൻസ്. അത് നമ്മുടെ പ്രായമുണ്ട് അവരെ ചാമ്പ്യൻസ് ലീഗിന്റെ ഫൈനൽ അവര് കപ്പടിച്ചത് 1997-ലാണ്, 6-7 സീസണിലായിരുന്നു അവര് കപ്പടിച്ചത്. ഇപ്പൊ 27 വർഷമായി അവര് കപ്പടിച്ചിട്ട്. അത് ഒരു കപ്പ് 2013-14 നല്ലൊരു പ്രകടനം കാഴ്ച അവര് സെമിയില് റയൽമാഡിനെ തന്നെ തോപ്പിച്ച്. അന്ന് ലെവൻഡോസ്കി 4-1 ആയിരുന്നു ഫസ്റ്റ് ലെഗില്. 4 ഗോളും ലെവൻഡോസ്കി സ്കോർ ചെയ്തതാണ്. അപ്പൊ ഇപ്രാവശ്യം ലെവൻഡോസ്കി ഒന്നും ഇല്ലെങ്കിലും അതേമി, ഫുൾക്കർക്കും അവതേമിയൊക്കെ ഗോൾ സ്കോർ ചെയ്ത് ജെയ്ഡൻ സാൻചോ ക്രിയേറ്റ് ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഒരുപാട് പ്രാർത്ഥന ഉണ്ട്, ഒരുപാട് ക്ലബുകളുടെ പ്രാർത്ഥന നിങ്ങളുടെ കൂടെ ഉണ്ട്. നമുക്ക് ബാഴ്സ ഫാൻസ്, സിറ്റി ഫാൻസ്, പിന്നെ ബയൺ ഫാൻസ്. ബയണും ബാഴ്സയാണ് മെയിൻ ഫാൻസ് ആയിട്ട് അവരെ കൂടെ സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 15ാമത്തെ കപ്പാവുന്നതിന്റെ അസൂയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി അടുത്ത ഹെഡ് ടു ഹെഡ് നോക്കാം. UCL ഇതിനു മുമ്പ് ബൊറൂസിയയും റയൽ മാഡ്രിഡും ഏറ്റുമുട്ടിയപ്പോൾ 2017-18 2016-17 ഇവര് തമ്മിൽ ഏറ്റുമുട്ടിയത്. അത് രണ്ടും ഗ്രൂപ്പ് സ്റ്റേജസ് ആയിരുന്നു. അതിൽ 3-2-ലും 3-1-ലും റയൽ മാഡ്രിഡ് വിജയിക്കുകയാണ് ചെയ്തത്. രണ്ടിലും കൂടെ 6 ഗോൾ സ്കോർ ചെയ്ത്, മറ്റൊരു 3 സ്കോർ ചെയ്തോളൂ. 2016-17 രണ്ടും സമനിലയായിരുന്നു, 2-2. അടുത്ത ലെഗും 2-2 ഇതിലാണ് കളി കഴിഞ്ഞത്. ഇതിനു മുമ്പ് പിന്നെ ക്വാർട്ടർ ഫൈനൽസ് 2013-2014 ബൊറൂസിയക്കെതിരെ 3 ഗോളുകൾ ആദ്യത്തെ ലെഗിലടിച്ച് റയൽ മാഡ്രിഡ് അടിച്ച്. അതില് നമ്മുടെ ബെയിലും ക്രിസ്ത്യാനോ റൊണാൾഡോയാണ് ഗോൾ അടിച്ചത്. അതിനുശേഷം ഒരാളും കൂടെ അടിച്ചായിരുന്നു, കറക്റ്റ് ഓർമ്മയില്ല. പിന്നെ സെക്കൻഡ് ലെഗില് ബൊറൂസിയ 2 ഗോൾ അടിച്ച്. പക്ഷെ അഗ്രിഗേറ്റില് 2-3 റയൽ മാഡ്രിഡ് ചെയ്ത്. ആ സീസണിൽ എനിക്ക് തോന്നുന്നു റയൽ മാഡ്രിഡ് ആണ് കപ്പടിച്ചത്, അന്ന് ഫൈനൽ കളിച്ചത് 2013. പിന്നെ 2012-13 അതിലാണ് ബൊറൂസിയ ഫൈനലിൽ കയറുന്നത്, ബയണിനോട് തോക്കുന്നത്, 2-1 തോക്കുന്നത്. ആര്യൻ റോബിന്റെ വിന്നിംഗ് ഗോളിൽ അവര് ബയൺ ജയിക്കുന്നത്. അപ്പൊ അതില് 4-1 ഫസ്റ്റ് സെമി ഫൈനലില്, ഫസ്റ്റ് ലെഗില് 4-1 അതില് ലെവൻഡോസ്കി 4 ഗോൾ അടിക്കുക. അടുത്തത് സെക്കൻഡ് ലെഗില് റയൽ മാഡ്രിഡ് 2 ഗോൾ അടിച്ചു. എന്നിട്ടും അവർ വിജയിക്കാൻ അന്ന് കഴിഞ്ഞില്ല. 4-3 അഗ്രിഗേറ്റില് അവര് വിജയിച്ച്. പിന്നെ ആ സീസൺ 2012-13 തന്നെ അവര് ഗ്രൂപ്പ് സ്റ്റേജും ഒരേ ഗ്രൂപ്പിലായിരുന്നു. ആ ഗ്രൂപ്പ് സ്റ്റേജിലും ബൊറൂസിയാണ് ജയിച്ചത്. ഒരു കളി സമനിലയാവേ, ഒരു കളി ബൊറൂസിയ ജയിക്കുകയും ചെയ്തു. അപ്പൊ ഹെഡ് ടു ഹെഡ് ടോട്ടൽ ഒരു 2010 ശേഷം ഒരു 10 മാച്ച് കളിച്ചതില് 3 മാച്ച് ബൊറൂസിയയ്ക്ക്, റയൽ മാഡ്രിഡ് 4 മാച്ച് കളിക്കുക, സമനില ഡ്രോസ് വരുന്നത് ഒരു 3 മാച്ചാണ് ഇവര് തമ്മിലുള്ള ഹെഡ് ടു ഹെഡ്. പക്ഷെ ഇപ്പോഴത്തെ ഫോമും ഇപ്പോഴത്തെ അവരുടെ സ്ഥിതി അനുസരിച്ച് റയൽ മാഡ്രിഡ് തന്നെ ചാൻസ് കൂടി അറിയില്ല. ഈ 2013-14 പറഞ്ഞപ്പോ ഞാൻ ആലോചിച്ചത്, അത് കഴിഞ്ഞ് ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് 3 വട്ടം ചേർത്ത് റയൽ കപ്പടിച്ചത്, ഹാട്രിക് അടിച്ചത്. 2014-15 ബാഴ്സ അടിച്ച്. അത് കഴിഞ്ഞിട്ട് 3 വർഷം ചേർത്തോണ്ട് സിദൻ കോച്ചിങ്ങില്. അത് പറയുകയാണെങ്കിൽ ലാസ്റ്റ് ഇപ്പൊ 10 വർഷം എടുത്തു, അതുപോലെ തന്നെ 10 വർഷം എടുത്തോടെ ലാസ്റ്റ് 10 വർഷം എടുത്ത അതിൽ 5 കപ്പ് റയൽ അടിച്ചിട്ടുണ്ട്. 10 വർഷത്തിൽ 5 കപ്പ് അടിച്ചിട്ടുണ്ട്. ഇത് ആറാമത്തെ കിട്ടില്ല, ബൊറൂസിയ അടിക്കും. ബൊറൂസിയ നമ്മുടെ മാർക്ക് റൂയിസിനും ഹമ്മൽസിനും വേണ്ടി അത് ഡെഡിക്കേറ്റ് ചെയ്യുകയാണ്. ബൊറൂസിയയുടെ ഫാൻസ് എന്താണ് പറയുന്നത്? ഇപ്പോഴത്തെ റയലിന്റെ ടീം വെച്ച് നോക്കുകയാണെങ്കിൽ വലിയ പാടായിരിക്കും. ജൂഡ് മിക്ക കളിയിലും ഗോസ്റ്റ് ആവാറാണ് ഉള്ളത് ഈ സെമി ഫൈനൽസിലെല്ലാം. വിനീഷ്യസ് കളി ചേഞ്ച് ചെയ്യുന്നവരാണ്. അവർക്ക് ആ മെന്റാലിറ്റി കിട്ടി, റയലിന്റെ ഒരു മെന്റാലിറ്റി ആണ്. അത് നടന്നില്ലെങ്കിൽ പിന്നെ സബ്സ്റ്റിറ്റ്യൂഷൻ. കഴിഞ്ഞ കളി ഇതുപോലെ ജോസേ
ഗോൾ അടിക്കും. അവർക്ക് 2 കളിയിലും അതുപോലെ നിങ്ങൾക്കൊരു ബൊറൂസയ്ക്ക് നമുക്കൊരു അവസരം അവസരം കിട്ടിക്കഴിഞ്ഞാൽ അത് കിൽ ഓഫ് ചെയ്യാം. ഗെയിം കിൽ ഓഫ് ചെയ്തില്ലെങ്കിൽ റയൽ മാഡ്രിഡ് വിൽ പണിഷ് യു. അവരെ അങ്ങനെ DNA-യിലുള്ളതാണ്. എത്ര വർഷമായിട്ട് അവര് ആ DNA-യിൽ കൊണ്ട് കിടക്കുന്നതാണ്. നമുക്ക് UCL UCL അല്ലെങ്കിൽ റയൽ മാഡ്രിഡ് ഇപ്പൊ മുട്ടും എന്ന് പ്രതീക്ഷയുള്ള രണ്ട് ക്ലബ് ഒന്ന് സിറ്റിയാണ്. പിന്നെ ഇപ്പം ബാഴ്സലോണയുടെ അവസ്ഥ കുറച്ച് മോശമാണെങ്കിലും ഈ കണ്ടിന്യൂസ് 4 എല്ലാ ഗെയിമും തോറ്റെങ്കിലും, പക്ഷെ ബാഴ്സയ്ക്ക് ഒരു മെന്റാലിറ്റി ഉണ്ട് റയൽ മാഡ്രിഡിനെതിരെ. ബാക്കിയുള്ള എല്ലാം ഒന്നും പേടിച്ച് നിൽച്ചാണ് റയലിന്റെ കൂടെ നിൽക്കുന്നത്. അതിപ്പം ലാസ്റ്റ് ബയണിന്റെ കളിയായാലും ഇതുവരെ ഗോൾ കീപ്പർ ഇത്രയും കിട്ടിലും നമ്പർ 1 ഗോൾ കീപ്പറായ ന്യൂ ഇയർ വരെ ബോൾ ചുമ്മാ കയ്യിൽ നിന്ന് എടുത്ത് അവരൊക്കെ ഇട്ടുകൊടുത്ത് റയലിന് ഇട്ടുകൊടുത്ത് ഗോൾ അടിച്ചത്. അനുസരിച്ച് അണ്ടർഡോഗ്സ് ആയിട്ട് വന്ന ബൊറൂസിയാണ്. അപ്പൊ അവർക്കും അതിൻ്റെതായ റയലിനെ അടിച്ച് കിങ് ആവാം, അവർക്ക് യൂറോപ്പിലെ കിങ് ആവാന്നുള്ള മൈൻഡും അവർക്കും കാണും. പക്ഷെ മൈൻഡ് മാത്രം കൊണ്ട് കാര്യമില്ല. ഇതിന്റെ ഹിസ്റ്ററി എടുക്കുമ്പോൾ, ഇതിന്റെ മുന്നുള്ള ഹെഡ് ടു ഹെഡ് എടുക്കുമ്പോഴും നമ്മുടെ മാർക്കോ റൂയിസ് ആണ് ഇതിന്റെ മിക്ക കളിയിലും റയൽ മാഡ്രിഡിനെതിരെ ഗോൾ സ്കോർ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ റയൽ മാഡ്രിഡ് പ്രെഡിക്റ്റ് ചെയ്യാം. റയൽ മാഡ്രിഡ് അങ്ങനെ ഗസ് ചെയ്യാൻ പ്രെഡിക്റ്റ് ചെയ്യാനില്ല. ഓൾറെഡി ഇപ്പം കുറച്ച് കളികളായിട്ട് ഏഞ്ചലോട്ടി ഒരു പ്ലേയിങ് 11 ഉണ്ട്. അത് തന്നെ ആയിരിക്കും വീണ്ടും തുടർന്ന് വരുന്നതെന്നാണ് തോന്നുന്നത് എനിക്ക്. അപ്പം ഗോൾ കീപ്പർ ലുനിന് ഫ്ലൂ ആണല്ലോ. അപ്പം എന്തായാലും കോർട്ടുവാനായിരിക്കും ഗോൾ കീപ്പറായിട്ട് വരുന്നത്, മെയിൻ ഗോൾ കീപ്പറായിട്ട്. കോർട്ടുവപ്പം ഫുള്ളി ഫിറ്റ് ആണ്. അപ്പം കെപ്പ എന്തായാലും ചാൻസ് ഇല്ല കെപ്പയ്ക്ക്. ലാസ്റ്റ് കളിയിലും കോർട്ട് തന്നെ ആയിരുന്നു. പിന്നെ സെന്റർ ബാക്ക് നോക്കുകയാണെങ്കിൽ എന്തായാലും റോഡിഗറും നാച്ചോയും തന്നെ ആയിരിക്കും സെന്റർ ബാക്ക്. അതിനൊരു മാറ്റം വരാൻ പോകുന്നില്ല. നാച്ചോ ആയിരിക്കും ക്യാപ്റ്റൻ. പിന്നെ വിങ് ബാക്ക് നോക്കുവാണെങ്കിൽ കാർവഹാലും മെൻഡിയും തന്നെ. അവിടെയും ചേഞ്ചിനൊന്നും സാധ്യതയില്ല. പിന്നെ ഈ സബ്സ്റ്റിറ്റ്യൂഷൻ ആയിട്ട് വേണമെങ്കിൽ എതിർമുട്ടാവ് വന്നാലായി. അല്ലാതെ ചേഞ്ച് ഫസ്റ്റ് ലെവലിലൊന്നും ഡേവിഡ് അലാബയ്ക്ക് ACL ഇഞ്ചുറി, ലോങ് ടൈം പരിക്കാണ്. അതെ. പിന്നെ നോക്കുവാണെങ്കിൽ മിഡ്ഫീൽഡ് പരിക്കുന്നത് ക്രൂസിന്റെ മെയിൻ ക്രൂസ് ആയിരിക്കും, ടോണി ക്രൂസ്. പിന്നെ സൈഡിൽ കമാവിംഗ ആയിരിക്കും ഫസ്റ്റ് ആദ്യ ലെവലിൽ. കമാവിംഗയും വാൾവെർഡയും ഇവർ 3 പേരായിരിക്കും. പിന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് മോഡ്രിച്ച് വരാൻ ചാൻസ് ഉണ്ട്. മോഡ്രിഡ് ക്രൂസിനെ മാറ്റി എന്തായാലും മോഡ്രിനെയാണ് കുറെ നാളായിട്ട് ചേഞ്ച് ചെയ്യുന്നത്. അതുപോലെ കമാവിംഗ DMF ആയിട്ട് പ്ലേ ചെയ്തിട്ട് വാൾവെർഡെ ഒരു ബോക്സ് ടു ബോക്സ്, ക്രൂസ് ഒരു ക്രിയേറ്റർ റോളില്, പിന്നെ ഫ്രണ്ടില് അറ്റാക്കിംഗ് മിഡ്ഫീൽഡ് ഏതായിരിക്കും പിന്നെ അറ്റാക്കിംഗ് ആയിട്ട് കളിക്കുന്നത് റോഡ്രിഗോയും വിനീഷ്യസും തന്നെ ആയിരിക്കും, വിനീഷ്യസ് ജൂനിയറും. പിന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് ജോസേല് കാണും, ബ്രഹീം കാണും. അപ്പം ഇതായിരിക്കും റയലിന്റെ ഒരു പ്ലേയിങ് 11 എന്ന് പറയുന്നത്. ബൊറൂസിയയുടെ ഗോൾ കീപ്പർ ആയിട്ട് കോബലായിരിക്കും എല്ലാ മാച്ചസും പുള്ളി തന്നെ കളിച്ചിട്ടുണ്ട്. കുറച്ച് നല്ല ഗോൾ കീപ്പറാണ്. ഇപ്പം കുറച്ച് പെർഫോമൻസ് ഒക്കെ ബെറ്റർ ആയിട്ടുണ്ട്. നമ്മൾ കൂടുതൽ ഫോളോ ചെയ്യുന്നതിലും പുള്ളി കണ്ട മാച്ചസിലൊക്കെ ഒരുവിധം നല്ലപോലെ PSG എതിരായാലും നല്ലപോലെ വെച്ചു. PSG അറ്റാക്കേഴ്സ് എത്ര ഷോട്ടാണ് എടുത്തത്, ഒന്നെങ്കിൽ ഭാരത്തട്ടോ അല്ലെങ്കിൽ പുള്ളി സേവ് ചെയ്യുന്നതാണ്. പിന്നെ ഡിഫെൻസീവില് സെൻട്രൽ ബാക്സ് ആയിട്ട് ഷോർട്ടർ ബാഗും പിന്നെ ഹമ്മൽസ് ആയിരിക്കും. അവര് ലാസ്റ്റ് മാച്ച് ആയിരിക്കും. ഡിഫെൻഡിങ് സ്ട്രോങ് ആണ്. അപ്പൊ നമ്മുടെ വിങ് ബാക്സ് ആയിട്ട് റേസനും ഇയാൻ മാറ്റ്സൺ നമ്മളെ ചെൽസിന്ന് ലോണിലൊക്കെ വന്നതാണ്. പുള്ളി ചെൽസിക്കാര് കളഞ്ഞതാണ്. പുള്ളി നല്ല പെർഫോമൻസ് ആണ് ഇവിടെ വന്നിട്ട് അറിയുന്നത്. അറ്റാക്കിങ്ങിലായാലും നല്ല പെർഫോമൻസ് ആണ് കാഴ്ചവെക്കുന്നത്. അപ്പൊ മിഡ്ഫീൽഡില് ബൊറൂസിയയുടെ മിഡ്ഫീൽഡില് എമറി ചാൻ ആയിരിക്കും ക്യാപ്റ്റൻ. പുള്ളിയായിരിക്കും ക്യാപ്റ്റൻ. പുള്ളിയും എമറി ചാനും പിന്നെ ജെയ്ഡൻ സാൻജോ പിന്നെ സബിസർ യുണൈറ്റഡിലൊക്കെ കുറച്ച് ഫ്രീ റോൾ ആയിരിക്കും സാൻജോ, എമറി ചാനും പിന്നെ നമ്മുടെ സബിസറും ഒരു DMF ആ റോളിൽ കളിക്കും. പിന്നെ അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ ആയിട്ട് ജൂലിയൻ ബ്രാൻഡ് ഉണ്ട്. പുള്ളി അല്ലെങ്കിൽ മാർക്കോ റൂയിസ് ആയിരിക്കും. എനിക്ക് തോന്നുന്നു ബ്രാൻഡിനെ ഇറക്കാനാണ് സാധ്യത. പുള്ളി അത്ലറ്റിക്കോക്കെ എതിരെ നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു. അപ്പം പുള്ളി ഇറങ്ങാനാണ് ചാൻസ്. അപ്പൊ അറ്റാക്കിങ്ങിലേക്ക് വരുമ്പോൾ അഡേമിയും പിന്നെ ഫുൾക്കർക്ക് ആയിരിക്കും. നമ്മുടെ സബ്സ്റ്റിറ്റ്യൂഷൻ നല്ലൊരു സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് സെബാസ്റ്റ്യൻ ഹാളർ. പുള്ളി കളിക്കാൻ ചാൻസ് ഇല്ല, പരിക്കായിരുന്നു. വന്നിട്ട് നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെച്ചു. പക്ഷെ പുള്ളിക്ക് പരിക്ക് പറ്റി. ട്രെയിനിങ് തുടങ്ങി, ചിലപ്പോ ടീമിൽ ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പൊ ചാമ്പ്യൻസ് ലീഗ് ഫൈനലിന്റെ വിന്നർ പ്രഡിക്ഷൻ, തുടുപ്പിന്റെ ഒരു വിന്നർ പ്രഡിക്ഷൻ ആണ് നടക്കുന്നത്. ആദ്യം അഖില് തന്നെ എന്താണ്? നമുക്കൊരു വിന്നർ പ്രഡിക്ഷൻ ഇത് ചെയ്യണം. നമ്മളൊരു ഗിവ് അവേയുടെ ഒരു സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്.
അതൊന്ന് എല്ലാരും സപ്പോർട്ട് ചെയ്യുക. അതെ. അപ്പൊ നമ്മുടെ വക ഒരു ഒരു പ്രൊഡിക്ഷൻ. പ്രഡിക്ഷൻ ആണ്. ഞാൻ എന്തായാലും റയൽ മാഡ്രിഡ് സപ്പോർട്ട് എന്തായാലും ഒരു 2-1 റയൽ തന്നെ ജയിക്കും. അതിന് രണ്ട് 2-1 അല്ലെങ്കിൽ 3-1 ജയിക്കുന്നു. 3 പക്ഷെ ഇപ്പൊ ഫൈനലിൽ കൊണ്ട് 2-1 ജയിക്കും. അങ്ങനെയൊന്നും ഇതുവരെ ജയിക്കുന്നില്ല. മുന്നേ ജയിച്ച കുറച്ച് ജയിച്ച മാച്ചസ് ഒക്കെ ഉണ്ട്. പക്ഷെ ഇപ്പം ഫൈനലൊക്കെ ഭയങ്കരമായിട്ട് കുറച്ചുകൂടെ ടൈറ്റ് ആയി വരുവാണ്. ഇതിനു മുന്നേ 3-1 വെംബ്ലിയില് മെസ്സിയുടെ 10/10 യെസ്. റേറ്റിംഗിലൊരു യുണൈറ്റഡിനായിരുന്നു. അതെ. നമ്മള് എന്റെ ഒരു പ്രൊഡിക്ഷൻ അനുസരിച്ച് ഒന്ന് വിനീഷ്യസ് ജൂനിയർ ആയിരിക്കും മോസ്റ്റ്ലി ഒരു ഗോൾ സ്കോർ ചെയ്യുക. പിന്നെ ഒന്ന് മിഡ്ഫീൽഡർ ആയിരിക്കും ആരെങ്കിലും. അത് ചിലപ്പം ക്രൂസോ പാൽവേർഡോ അങ്ങനെ ആരെങ്കിലും ആയിരിക്കും. അല്ലെങ്കിൽ ഒരു റോഡ്രിഗറിന്റെ ഒരു ഹെഡർ ഇങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. അപ്പൊ ഡോട്ട്മണ്ടിന്റെ ഒരു പ്രഡിക്ഷൻ നോക്കുവാണെങ്കിൽ ഞാൻ ഡോട്ട്മണ്ട് ഒരു 2-1 ഞാനും, അല്ലെങ്കിൽ 1-0 നമ്മുടെ ബൊറൂസിയ ജയിക്കാനാണ് സാധ്യത. റയലിനെതിരെ 2-1 ഇച്ചിരി പാടായിരിക്കും. റയലിനെതിരെ ഒരു ഗോൾ അടിച്ച് അല്ലെങ്കിൽ രണ്ടാമത്തെ ഗോളിന് ചാൻസ് കിട്ടി അത് മിസ്സാക്കിയ പോയി. അതിനു മുമ്പ് ഒരു ഗോളാണെങ്കിൽ ഒരു 80-70 മിനിറ്റിൽ ഗോൾ അടിക്കുക, അതായിരിക്കും പെർഫെക്റ്റ് ടൈമിങ്. മുന്നേ കടിച്ച റയൽ മാഡ്രിഡ് എന്തായാലും തിരിച്ചടിക്കും. ഒരു 80-90 മിനിറ്റിൽ ഗോൾ അടിക്കുക, ഫുള്ള് ബസ്സോ ലോറിയോ ട്രെയിനോ പാർക്ക് ചെയ്ത് ഡിഫെൻഡ് ചെയ്ത് നിൽക്കുക, അവർക്കൊരു ചാൻസും കൊടുക്കരുത്. നിങ്ങൾക്കൊരു കൗണ്ടർ അറ്റാക്ക് നമുക്ക് കിട്ടുകയാണെങ്കിൽ അത് നമ്മളത് കൊണ്ടുപോയി സ്കോർ ചെയ്യാം. അപ്പൊ എന്റെ പ്രഡിക്ഷൻ 1-0 ആണ്. നമുക്ക് വേണ്ടി ഗോൾ അടിക്കുന്ന ഫുൾക്കർക്കായിരിക്കും. നമ്മുടെ സ്ട്രൈക്കർ തന്നെ ഗോൾ അടിക്കാനാണ് ചാൻസ്. അപ്പം മാൻ ഓഫ് ദ മാച്ചിന്റെ പ്രഡിക്ഷനിലേക്ക് പോവുകയാണെങ്കിൽ ആരായിരിക്കും? മോസ്റ്റ്ലി അത് വിനീഷ്യസ് തന്നെ ആയിരിക്കും. വിനീഷ്യസിന്റെ ഒരു കളിയായിരിക്കും നാളെ. വിനീഷ്യസ് ഇങ്ങനെ ഫൈനല് ഇങ്ങനത്തെ കളിയെല്ലാം നല്ല പെർഫോം ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ എന്റെ ഒരു പ്രഡിക്ഷനില് എനിക്ക് തോന്നുന്നു ഷോർട്ടർ ബാഗ് ആയിരിക്കും. ബൊറൂസിയ ജയിക്കുവാണെങ്കിൽ ബൊറൂസിയയുടെ മിക്കവാറും ഡിഫൻസ് ആയിരിക്കും. ആരെങ്കിലും ഹമ്മൽസോ അല്ലെങ്കിൽ ഷോർട്ടർ ബാഗോ ജയിക്കുകയാണെങ്കിൽ അത്രയ്ക്ക് കഷ്ടപ്പെട്ട് ഡിഫെൻഡിങ് ചെയ്തിട്ടായിരിക്കും. റയലിനെ ഡിഫെൻഡിങ് ചെയ്യാനാണ് പാട്. കൗണ്ടർ അറ്റാക്ക് മെയിൻ. റയലിന്റെ കൗണ്ടർ അറ്റാക്ക് തടയുവാണെങ്കിൽ ഒരു നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും. അതിനനുസരിച്ച് സ്പീഡ് ഇയാൻ മാഡിസൺ അത്ര കുഴപ്പമില്ല, പക്ഷെ റേസനും കുഴപ്പമില്ല എന്ന് പറയാം. അപ്പൊ UCL വെംബ്ലിയിൽ നടക്കുന്ന ആ തീ പാറുന്ന പോരാട്ടത്തിന്റെ സ്കോർ ഒന്ന് കമന്റ് ചെയ്യൂ. അപ്പൊ വാച്ച് അലോങ്ങിൽ കാണാം. നല്ലൊരു മാച്ച് ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു.